ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇത്തിരി താമസം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും പോകണ്ടല്ലോ, കണ്ണന് മാത്രം പോയാൽ മതി. അതൊരു 10 മണിക്കാകുമ്പത്തേനും പോയാൽ മതി കേട്ടോ. അപ്പോൾ അതേ കല്ലുമോളും എൻ്റെ കൂടെ എണീറ്റ് വന്നു, ആ കൂടെ കുക്കുപ്പനും എണീറ്റ് വന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊന്നും എഴുന്നേറ്റ് വന്നില്ല. ഇവിടെ 2 അമ്മമാരും ഉണ്ട്. അപ്പോൾ ഇന്നലെ ചോറൊന്നും തിളപ്പിച്ച് വെച്ചില്ല കേട്ടോ, കാരണം ഇത്തിരി മടിയായിരുന്നു. അപ്പോൾ രാവിലെ എന്നെ അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്ക് വെള്ളം അങ്ങ് വെച്ചു. പിന്നെ ഫ്രിഡ്ജിനകത്ത് മാവും പാലും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ അത് കഴിയുമ്പോൾ രാവിലെ അപ്പവും ഉള്ളിക്കറി ഉണ്ടാക്കാൻ കരുതിയേ. അങ്ങനെ അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് എടുത്തതിന് ശേഷം ഞാൻ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഉള്ളിക്കറിയൊക്കെ വേഗം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം അമ്മച്ചി വന്ന് ഉള്ളിയൊക്കെ വേഗം തന്നെ അരിഞ്ഞ് അവർക്ക് തന്നു കേട്ടോ. അതുകൊണ്ട് വേഗം അങ്ങ് റെഡിയായേ. പിന്നെ ഒരു ട്രിപ്പിൽ പാലും തിളപ്പിക്കാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. ഇത് ഇവിടെ ടെറസിൻ്റെ മുന്നേ നമ്മൾ സോളാർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രാവിലെ തന്നെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ കണ്ണൻ വന്നപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനൊക്കെ ഒന്ന് വെട്ടി തേച്ച് വെക്കണം. ഇപ്പോൾ അമ്മച്ചി വന്ന് എനിക്ക് മീനൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വെട്ടി തേച്ച് തന്നിട്ട്, പിന്നെ ഞാൻ വന്ന് അതൊന്ന് കറി വെക്കാനുള്ളതും വറക്കാനുള്ളതും കൂടെ പെരട്ടിയൊന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് ഇങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുണി അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. കുക്കുപ്പൻ്റെ യൂണിഫോമും കണ്ണിൻ്റെ ഷർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന്, പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇന്നലെ അലക്കാനിട്ടിട്ടുണ്ടേ. അപ്പോൾ അതും കൂടി എടുത്തൊന്ന് വെയിലത്തേക്കാണ്. ഇന്ന് എന്താ നല്ല വെയിലുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കല്ലുവിൻ്റെ കുറച്ച് പാമ്പേഴ്സ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വേസ്റ്റ് കത്തിക്കാം. അപ്പോൾ ഇതും കൊടുത്തുകൊണ്ട് കത്തിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ പുറകിലാണെങ്കിൽ കുറച്ച് കരിമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മഴയായതുകൊണ്ട് മൊത്തം ഇങ്ങനെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതായത് ഇത്ര ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളച്ചൊവ്വയായി, കാരണം മഴയായിരുന്നു ഇത്രയും ദിവസം. അതുകൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുക്കുപ്പനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പ്. പിന്നെ കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ കിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞു. പിന്നെ അമ്മച്ചി വന്നപ്പോഴാണെങ്കിൽ കുറച്ച് നീലപ്പേരക്കയുടെ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതവിടെ ഒന്ന് നട്ട് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ കരിമ്പ് ഒന്ന് പറിച്ച് കളഞ്ഞത് കേട്ടോ, കാരണം മൊത്തം പോയായിരുന്നു. അത് കാരണം പിന്നെ അതവിടെ നിർത്തിയിട്ടും വലിയ കാര്യമില്ല. പിന്നെ ഇപ്പോൾ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നല്ല ഉപകാരം കേട്ടോ. പാമ്പേഴ്സ് കത്തിക്കാണെങ്കിലും സ്റ്റേ ഫ്രീ കത്തിക്കാണെങ്കിലും വീട്ടിലെ വേസ്റ്റ് കത്തിക്കാണെങ്കിലും എല്ലാം നല്ലതാട്ടോ. അമ്മച്ചിയും കല്ലും കൊണ്ടതേ നടന്നു പോകുന്നു, നടക്കാൻ പോകുന്നുള്ള വ്യാജനെ പോകുന്നു, കല്ല് പോകുന്നു. ആ തോടിലേക്ക് കല്ല് പെറുക്കി എറിയേണ്ട, പക്ഷേ അത് ജയമയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും അവർ സോളാറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പോയിട്ട്, നമ്മൾ സോളാർ വരും നമുക്ക് ഒത്തിരി കറണ്ട് ബില്ല് വരുമായിരുന്നു കേട്ടോ. എങ്ങനെ നോക്കിയിട്ടും അത് കുറയണില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു സോളാർ വെക്കുവാണെങ്കിൽ കുറച്ച് മാറ്റം വരും എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോളാർ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് പോയി. നന്നായിട്ടോ അവരെല്ലാം ഫിറ്റ് ചെയ്ത് തന്നിട്ട് പോയത്. പിന്നെ ഗുരുനേരം അപ്പോൾ ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് പണികൾ അത്താഴത്തേക്കുള്ള പണികളുണ്ടാകും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഉണ്ടാക്കാൻ നേരത്തെ ചിക്കനൊക്കെ നേരത്തെ തന്നെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച്, പിന്നെ നാളെ ആണെങ്കിൽ ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിന് അരി ഞാൻ വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ച് എടുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം അരച്ചെടുത്ത് വെച്ചപ്പോഴത്തേനും ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം വേഗം തന്നെ റെഡിയാക്കി കേട്ടോ. പിന്നെ ചപ്പാത്തി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, പുറത്തൊന്ന് മേടിച്ച പാക്കറ്റ് ചപ്പാത്തി ഇല്ല, അതാണ്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ കുക്കുപ്പിന് ഓടില്ല. അവൻ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഈ കുക്കുപ്പിനാണ് എനിക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി തന്നെ കേട്ടോ. അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി എടുത്ത് റെഡിയാക്കിയപ്പോഴത്തേ കണ്ണനും വന്നോട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് കേട്ടോ കിടക്കുന്നത്. നാളെ ജയമിച്ച് അങ്ങ് പോകും. അപ്പോൾ ജയമ പോകുന്നതിന് സങ്കടത്തിലാണ് കുക്കുപ്പൻ. ഇനി പോയി കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞേ വരുള്ളേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. ഓക്കെ, ബൈ.